ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള വിവിധ വിദേശ രാജ്യങ്ങൾക്ക് 25% താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ പെനാൽറ്റിയുമുണ്ട്. അതിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പുതിയ താരിഫ് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക? എന്താണ് ഇതിങ്ങനെ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ? ഡൊണാൾഡ് ട്രംപ് ഒന്നാമത്തെ അമേരിക്കൻ ഇക്കോണമിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ അവർ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രംപ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവിടെ റെൻറ്റിന് വീട് കിട്ടാൻ, അതുപോലെ വീട് പണിയാനൊക്കെ തന്നെ വലിയ റേറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. തൽക്കാലത്തേക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലി, നമ്മുടെ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു $45 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ ആ $45 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവരെ വറി ചെയ്യിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് ട്രംപ് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് നേരത്തെ ഒരു പ്രസ്താവന, അതായത് ട്രംപിൻ്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് നമ്മൾ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ വലിയ പണമുള്ള രാജ്യമാണ്, കാരണം അവരുടെ ജനങ്ങളിൽ നിന്ന് തന്നെ അവർ വലിയ തോതിൽ ടാക്സ് പിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. നമ്മൾ വലിയ തോതിൽ ട്രംപ് ഇപ്പോൾ വീണ്ടും പറഞ്ഞേക്കുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ താരിഫും ടാക്സും ഒക്കെ ഇമ്പോസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണെന്നാണ്. അതൊക്കെ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം നമ്മളിവിടെ ഒരു വണ്ടി മേടിക്കുമ്പോൾ നിങ്ങളിപ്പോൾ 20 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു കാറാണ് മേടിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൈസിങ് 20 ലക്ഷം രൂപയാണ് ഓൺ ദ റോഡ്, അല്ല എക്സ്ട്രാ റൂം പ്രൈസ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപേൻ്റെ വീടിന് ടാക്സ് അടക്കേണ്ടി വരും. വലിയ വണ്ടികൾക്ക് അതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് വണ്ടികളുടെ വിലയൊക്കെ ഇത്ര മാത്രം, ഇപ്പോൾ ഗൾഫിലും ഇവിടെയുള്ള വണ്ടികളുടെ വിലയൊക്കെ ഇട്ട് നോക്കിയാൽ അത്ര വലിയ റേറ്റ് കൂടുന്നത്. അപ്പോൾ നമ്മൾ വലിയ തോതിൽ ടാക്സ് ചുമത്തുന്ന ഒരു രാജ്യം തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിദേശത്ത് എന്ന് പറഞ്ഞ ഐറ്റംസിലൊക്കെ നമ്മൾ അതുപോലെ ടാക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു ഡെഫിസിറ്റ് ഉണ്ട്. ഈ ഡെഫിസിറ്റാണ് അമേരിക്കയെ വലിയ വിഷമത്തിലാക്കുന്നൊരു കാര്യം. പിന്നെ ട്രംപ് ഇത് മാത്രമല്ല കേട്ടോ, ട്രംപ് പറഞ്ഞേക്കണ പാകിസ്ഥാൻ്റെ നിന്ന് ഇന്ത്യ ഭാവിയിലേക്ക് ഓയിൽ മേടിക്കേണ്ടി വരും എന്നൊക്കെയുള്ള വാചകങ്ങൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് 25% ടാക്സ് ഇമ്പോസ് ചെയ്ത്. ഇത് കൂടാതെ ട്രംപ് പറഞ്ഞേക്കണ എന്താ വെച്ചാൽ, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നില്ല, അതായത് റഷ്യ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു, റഷ്യ യുക്രൈനെ ആക്രമിച്ചതുകൊണ്ട്. പക്ഷെ അതിന് നിങ്ങൾ കൂട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു പെനാൽറ്റിയും കൂടി ഈടാക്കും എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് നമുക്ക് നിർത്താൻ പറ്റില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഇത്തരത്തിൽ നിരവധി ഇന്ത്യൻ കമ്പനികൾ, റിലയൻസ് അടക്കമുള്ള കമ്പനികൾക്കെല്ലാം തന്നെ 37% ഓയിൽ ഇപ്പോൾ കിട്ടുന്നത്, ക്രൂഡ് ഓയിൽ കിട്ടുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയോട് വലിയ ഹൊസ്റ്റൈൽ ആയിട്ടുള്ള സമീപനമാണ് ഈ അടുത്തായിട്ട് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുമായിട്ട് ഈ ട്രേഡിൻ്റെ കാര്യങ്ങളിൽ ചർച്ച നടത്താൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇരിക്കുമ്പോഴാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം കൂടി ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 30 കൊല്ലത്തിലെ ഏറ്റവും കൂടിയ അളവിലാണ് ഇപ്പോൾ 2024-2025 നിൽക്കുന്നത്. അത് $86.51 ബില്യൺ ആണ്. 86.51. 2022 അത് 80.2 ആയിരുന്നു. 2023 $75.8 ബില്യൺ ആയിരുന്നു. 2024 ആയപ്പോഴത്തേക്കും അത് $79.4 ബില്യൺ ആയിരുന്നു. ഇതാണ് ഇവിടെ നിന്നുള്ള എക്സ്പോർട്ട് ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ തോതിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് US എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അവിടെ നിന്നുള്ള ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഗുഡ്സും സർവീസസും കൂടി ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി $114.8 ബില്യൺ വരും. പക്ഷേ സർവീസസ് പലപ്പോഴും നമുക്ക് വേറൊരു കാറ്റഗറിയിലെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. ട്രംപിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗുഡ്സ് നമ്മളിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ $41.8 ബില്യൺ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ $41.8 ബില്യൺ നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എത്രയായിരുന്നു? $86.51 ബില്യൺ. എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പറഞ്ഞാൽ $44.71 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട് ഇത് തമ്മിൽ. മനസ്സിലായോ? നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇവർക്ക് പ്രശ്നം ഉണ്ടായില്ല. മനസ്സിലായി? നമ്മൾ അവിടെ നിന്ന് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായില്ല. കാരണം അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് വലിയ തോതിൽ ഇപ്പം ട്രംപിനെ വെകിളി പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ട്രംപ് ആയതുകൊണ്ടിട്ട് ഇത് എത്രമാത്രം ആലോചിച്ചിട്ടുള്ള തീരുമാനമായിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ വിചാരിക്കുന്നത് ഒരു ടെമ്പററി ആണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ GDP ഒരു 0.2% ഇത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വലിയ എക്കണോമിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം വരാനിരിക്കുന്നേ ഉള്ളൂ. ഈ പുതിയ താരിഫ് ഇന്ത്യയിലെ ഏതൊക്കെ മേഖലകളാണ് ബാധിക്കുക?
ഏതൊക്കെ മേഖലകളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന കൂടി ഞാൻ വായിക്കാം. അതുകൊണ്ടാണ് ഇത് വളരെ ചിന്തിച്ച് ബോൾഡായിട്ട് എടുത്തൊരു ഡിസിഷൻ ആണോ ഇല്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമുള്ളത്. ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ഇന്ത്യ ഡസ് വിത്ത് റഷ്യ. റഷ്യയുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കെയർ ചെയ്യുന്നില്ല. ദേ ക്യാൻ ടേക്ക് ദെയർ ഡിസിഷൻസ്, ദേ ക്യാൻ ടേക്ക് ദെയർ ഡെഡ് എക്കണോമീസ് ഡൗൺ ടുഗദർ. അവർക്ക് ഈ റഷ്യക്കും ഇന്ത്യക്കും കൂടി അവരുടെ ചത്ത എക്കണോമി, അതായത് സാമ്പത്തിക വ്യവസ്ഥയെ വീണ്ടും താഴേക്ക് കൊണ്ടുവരാമെന്നാണ്. ഫോർ ഓൾ ഐ കെയർ വി ഹാവ് ഡൺ എ ലിറ്റിൽ ബിസിനസ് വിത്ത് ഇന്ത്യ. ദെയർ താരിഫ്സ് ആർ ടു ഹൈ എമംഗ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. അതായത് അതാണ് അദ്ദേഹം പറഞ്ഞേക്കണത്. റഷ്യയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞാൻ കെയർ ചെയ്യുന്ന ഒരു കാര്യമല്ല. പകരം ഞാൻ ആകെ കെയർ ചെയ്യുന്നത് ഇന്ത്യയുമായിട്ട് നമ്മൾ വളരെ ചെറിയ കുറച്ച് ബിസിനസ്സുകൾ മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ താരിഫ്സ് വളരെ ഹൈ ആണ്. അത് ലോകത്തിലേക്ക് വേണ്ടി തന്നെ ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മളെ ഷിബിലി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇത് ഏതൊക്കെ സെഗ്മെൻറ്റുകളെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറയാം. ഏറ്റവും ആദ്യം ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ജെം ആൻഡ് ജ്വല്ലറിയാണ്. അവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് $10 ബില്യൺ എക്സ്പോർട്ടാണ് അവർക്കുള്ളത്. $10 ബില്യൺ. അതിൻ്റെ കമ്പനികളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വലിയ തോതിൽ കമ്പനികൾക്കൊക്കെ അത് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഫാർമസ്യൂട്ടിക്കൽസിൽ ഇന്ത്യ ഏതാണ്ട് $8 ബില്യൺ എക്സ്പോർട്ട് നടത്തുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അത് ഇന്ത്യയിലെ തന്നെ വലിയൊരു കമ്പനിയാണ്, ലോകത്തിലേക്ക് വെച്ച് തന്നെയുള്ള വലിയ കമ്പനിയാണ്. പിന്നെ റെഡ്ഡി ലബോറട്ടറീസ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, അതുപോലെ സിപ്ല ലിമിറ്റഡ്. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് മാത്രം അവരുടെ ഒരു 30% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് US-ലേക്കുള്ള എക്സ്പോർട്ടുകളിലൂടെയാണ്. അതിനിത് വലിയ തോതിൽ ബാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനികളാണ് പേറ്റൻ്റ് ഇല്ലാത്ത മെഡിസിൻസ് കൂടുതലായിട്ട് US-ലേക്ക് എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10 പ്രിസ്ക്രിപ്ഷൻസ് അമേരിക്കയിലെ ഡോക്ടേഴ്സ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെയുള്ള ഈ പറയുന്ന ഫാമിലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിൽ 4 എണ്ണവും സെർവ് ചെയ്യുന്നത് ഇന്ത്യയിലെ മെഡിസിൻസ് കൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കും, കൂടാതെ അമേരിക്കയെ ബാധിക്കും. അമേരിക്കയുടെ ഏറ്റവും വലിയ 2022 മാത്രം നമ്മുടെ ഇവിടെ നിന്ന് മരുന്ന് മേടിക്കുന്നത് കൊണ്ട് മാത്രം അവർക്കുള്ളത് $220 ബില്യൺ പ്രോഫിറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന അത്രയാണെന്നല്ല, അവർക്ക് കിട്ടുന്ന ലാഭം അത്രയാണ്. അതായത് നമ്മുടെ നിന്ന് മേടിച്ചില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മേടിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2022 മുമ്പുള്ള ഒരു ദശാബ്ദം എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 1.3 ട്രില്യൻ്റെ വരുമാനം, അതായത് 1.3 ട്രില്യൻ്റെ വലിയ ലാഭം അവർ നേടിയിട്ടുണ്ടാവുമെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ അമേരിക്കയിലെ ഇൻഡസ്ട്രികളെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രികളെ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനികളുടെ 30% റവന്യൂ കുറയുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ ബാധിക്കും. ഇനി അടുത്തത് ഏതാണ് ഷിബിലി? ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ആണ്. ആ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ബാധിക്കും. ഇപ്പോൾ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ അരവിന്ദ് ഫാഷൻസ്, ഇനി കേരളത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിറ്റക്സിനെ അടക്കം ഇത് ബാധിക്കും. കാരണം ഈ താരിഫിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് കേരളത്തിലെ കിറ്റക്സിനടക്കം ബാധിക്കും. സ്വാഭാവികമായിട്ടും അവർക്കുള്ള ഓർഡറുകൾ വല്ല കുറഞ്ഞു പോയാൽ, കുറയോ നമ്മളില്ലെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വാൾമാർട്ട് അടക്കം അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളടക്കം ഇപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിലൊന്നും ഇത്രയും താരിഫ് ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാനിൽ 15% ഉള്ളൂ, ഇന്തോനേഷ്യയിൽ 19% ഉള്ളൂ. ഓക്കെ, ഇനി ചൈനയുടെ പോലും 145 ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച് 130 എത്തിച്ചിട്ടുണ്ട്, അവരുടെ ഈ പറയുന്ന ജനീവയിലും അതുപോലെ ലണ്ടനിലും ഒക്കെ വെച്ച് നടന്നിട്ടുള്ള ടോക്സ് പ്രകാരം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് മറ്റുള്ള രാജ്യങ്ങളിലുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തോതിൽ ഇത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പിന്നെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടങ്ങൾ പോലും ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ചൈനയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സിലാണ്. ചൈനയെ മറികടന്ന് അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന, അമേരിക്കയിൽ വിൽക്കുന്ന അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, ആ സ്മാർട്ട് ഫോണുകളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചൈനയെ മറികടന്ന് ഇപ്പോൾ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ഇന്ത്യ ആയിരുന്നു. ഇപ്പോൾ ഫോക്സ്കോൺ പോലെ മറ്റ് നിരവധി കമ്പനികൾ, ഞാനിപ്പോൾ അതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകുന്നില്ല, അത്തരം കമ്പനികളൊക്കെ തന്നെ ഈ നമ്മുടെ കോവിഡ് പ്രശ്നവും അതുപോലെ ചൈനയിൽ ചില തൊഴിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും അവർ ഇന്ത്യയിലേക്ക്
വന്നിട്ടുണ്ട്. കൂടാതെ നേരത്തെ തന്നെ ഈ ട്രംപ് അടക്കം അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികളടക്കം ചൈനയിലേക്ക് വൻ താരിഫ് ഏർപ്പെടുത്തിയൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ള ഒരു നേട്ടത്തിന് പോലും ഇത് വലിയ തോതിൽ പ്രശ്നമാകും. ഈ പറയുന്ന ഇലക്ട്രോണിക്സിൽ അവിടെ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം പോലും ഉണ്ടായേക്കാം ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ. പക്ഷേ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ റിഫൈനറീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് ഓയിൽ മേടിക്കുന്നത് നിർത്തിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ടോട്ടലി ഉള്ള ഒരു GDP-യെ വലിയ തോതിൽ ഒരു എത്രത്തോളം എഫക്റ്റീവ് എന്ന് പറയാൻ ഞാൻ അശക്തനാണ്. അതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെനാൽറ്റി കൂടി ഞാൻ എത്രയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ബാധിക്കാനാണ് സാധ്യത. യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു പവർ അതിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് വിചാരിച്ച് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടി ഒരു സിംറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണാം. കാരണം ഇന്ത്യ എന്ന് പറയുന്നതൊക്കെ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള എക്കോണമിയെയും മറ്റ് കാര്യങ്ങളെയും ഒക്കെ ഒരു ഭയക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ ബ്രിട്ടനുമായിട്ട് ഇത്തരത്തിലുള്ളൊരു വ്യാപാര കരാർ ഒപ്പിടുകയും ഏതാണ്ട് 63% വരുന്ന ഐറ്റംസിന് ഒരു തീരുവ ഇല്ലാതാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും ഇപ്പോൾ വിയറ്റ്നാം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇന്തോനേഷ്യ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഒക്കെ നമ്മളോട് മത്സരിക്കാനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ താരിഫ് ഉറപ്പായിട്ടും കുറവാകുമ്പോൾ അത് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ഭീഷണിയാണ്.